ഈ ബേജാറാവണ്ടാമിനു അനക്ക് തന്നെ ഒന്നാം സമ്മാനം. അന്റെ അത്രയും നന്നായിട്ട് ഇവിടെ ഏത് കുട്ടിയാ പാടിയിക്കണ്? എന്താ സമ്മാനം കിട്ടും ഉമ്മ? ഫുട്ബോളാ? ഫുട്ബോളോ? ഫുട്ബോൾ മോന്റെ ഒപ്പിച്ച് ബോംബെന്ന് ലീവിന് വരുമ്പോ കൊണ്ടുവരും കേട്ടോ. മാപ്പിളപ്പാട്ട് LP വിഭാഗം സമ്മാനാർഹരായ കുട്ടികളുടെ പേരും സ്കൂളും. മൂന്നാം സമ്മാനം VP ഖമറുന്നിസ GEPS ചേലാമ്പ്ര. രണ്ടാം സമ്മാനം 2 പേർ പങ്കിട്ടിരിക്കുന്നു. K അൻവർ സാദത്ത് GEPS മുറിഞ്ഞപാലം, MM സാജിദ തങ്ങൾ മെമ്മോറിയൽ UPS ചെമ്മരിവട്ടം. ഒന്നാം സമ്മാനം TP രമണൻ GEPS 12 അറിയണേ സമ്മാനം കിട്ടാത്തോണ്ടാണോ? അന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടായി. ആ മാർക്ക് ഇടുന്ന ജഡ്ജിമാർക്ക് അങ്ങോട്ട് പിടിച്ചിണ്ടാവൂല. അടുത്ത കൊല്ലയ്ക്ക് മത്സരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ 4 അപ്പൊ എനിക്ക് എന്നെ ഒന്നാം സമ്മാനം. മട്ടൻ ബിരിയാണി പറയാമിന. മട്ടൻ ഇങ്ങനെ കൊട്ടിച്ചു വലിക്കുന്ന ആക്ഷൻ കാണിച്ചാ പോരെ മോളെ സീ മന്തിനി. ആമിന തെറ്റിദ്ധരിച്ചതാ. ശരിക്കും ഉച്ചത്തെ കോവിയത് ഞാനാ. അവസാനായപ്പോക്ക് ശബ്ദം പോയടാ. പ്ലീസ് ഡാ മട്ടൻ ബിരിയാണി പറയടാ. ഞാനിത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇവർക്ക് നിന്റെ കൊതിയൊന്നും കിട്ടണ്ടെന്ന് വെച്ചിട്ടാ. ചേട്ടാ ഒരു മട്ടൻ ബിരിയാണി. ഹായ്. നോക്ക് എങ്ങനെയുണ്ട്? നല്ല തണുപ്പൊക്കെ അല്ലേ? എന്താ വേണ്ടേ? ഓനിക്കൊരു കോഴി ബിരിയാണി, നമുക്കൊരു പൊടിക്കട്ട, ഇച്ചൊരു ബൂസ്റ്റും വേണം. ആ ഒരു ബൂസ്റ്റും. കള്ള ഇതാണ് എന്റെ മൊഞ്ചിന്റെ രഹസ്യല്ലേ. എന്റെ മുഖത്തൊക്കെ ഒരു പുള്ളി. ഇത് വെയിലുള്ളലുണ്ടാ? വെയിലൊന്നും കൊള്ളണ്ട. ആ ആമിനെ, ഇന്നെങ്കിലും ഈ രഹസ്യം പറയണം. ഏത് രഹസ്യം? രമണം പാടുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഈ ബിരിയാണി വാങ്ങി തന്ന് കൂവിപ്പിക്കുന്നതിന്റെ രഹസ്യം. അത് പറയാനുള്ള സമയമാകുമ്പോ പറയാൻ ജോണിക്കുട്ടി. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എനക്ക് മട്ടൻ ബിരിയാണി വേണ്ട. ആ സീമന്തിന് നിരാഹാരം ഇരുന്ന അടിയൻ തോറ്റു. ചുരുക്കി പറയാം, ഒരു കോമ്പറ്റീഷൻ ഏറ്റവും നന്നായി പാടിയത് ഞാൻ. ജഡ്ജസിനെ സോപ്പിട്ട് ബാക്ക് ഡോറിലൂടെ സമ്മാനം അടിച്ചെടുത്തത് രമണൻ. അതെപ്പോ 2 പഠിക്കുമ്പോ. ഈ ഫോൺ റീചാർജ് ചെയ്യിപ്പിക്കണത് എന്നെ കൊണ്ട്. പാതിരാക്കി വിളിച്ച് ഒൽപ്പിക്കുന്നത് വേറെ വല്ല മാറോട്. അതെന്റെ ഡാഡി ദുബായിന്ന് വിളിക്കുന്നല്ലേ. ഓ പാതിരാക്കി 1 മണിക്കല്ലേ ഡാഡി മോളെ വിളിച്ച് പുന്നാരിക്ക. ഈ കോളേജ് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. അപ്പൊ ഷാമൻ എന്നെ വിശ്വാസം ഇല്ല. എന്നാലും അത്ര എത്തിയാലൊക്കെ അനക്ക പാട്ടം കൂടെ മൊയ്പ്പിക്കാന്. അതിന് ശ്രുതി പോയില്ല ബഷീറെ. ശ്രുതി ബോട്ടണില്ല? അല്ലടാ സുവോളജിയിലെ. കൂവലത്രമണെന്ന് ഗ്രൂപ്പിലിട്ടോ. പാളി പാളിയാ. ദേ ആമിന വരുന്നു. ഞാൻ പറഞ്ഞതാണല്ലോ. കൂവല് നന്നായിരുന്നു കേട്ടോ. പക്ഷെ പാട്ട് ഭയങ്കര ബോറായിരുന്നു. ഈ രമണ ഒരു കൊഞ്ഞാണ്ണ. പാട്ട് ബോറായിരുന്നു അത്ര. ഇന്റെ മുഖത്തൊക്കെയാണ് ഓടുന്നത് പറഞ്ഞിരുന്നെങ്കിൽ സോറി ഗേൾസ്, ഇവിടെ വെച്ച് ഞാൻ ഓളെ പീഡിപ്പിച്ചത്. സന്തോഷം പെൺകുട്ടികളെ വിളിച്ച് മോശമായിട്ട് പറയാം. സന്തോഷ് പറഞ്ഞില്ല എന്താ തെറ്റ്. കല്ലയിൽ ഒരു എല്ല് കൂടുതലാ. എന്നാലും പീഡിപ്പിക്കണ്ട. അതെ, ഉച്ച കഴിഞ്ഞുള്ള പാട്ടുണ്ടല്ലോ രമണ, നമുക്ക് കൂവി ഇഞ്ചാമ്പിളി ആക്കണം. അത് വേണ്ട ബഷീറെ. വേണ്ടാന്നാ? എടോ ഓളി കോളേജിൽ കാലുത്തി അന്ന് തുടങ്ങിയതാണ് എന്റെ പാട്ട് പോയി സൂപ്പാക്കല്. എടോള് കൂയിക്കോട്ടറോ, അത് ഓളുടെ ഒരു സന്തോഷല്ലേ. ഓൾക്ക് സന്തോഷം വരുമ്പോണ്ടല്ലോ ഓളുടെ ആ നുണക്കുകളാണ് ചോക്കം. അത് കാണാൻ എന്താ ചെയ്യല്ലേ? അത്രയ്ക്കൊന്നുമില്ല. എന്താടാ? അതെ, എനിക്കൊരു സംശയം. അനക്കോളോട് ലവാണോ? ആരോട്? ആമിനോട്. ഈ അതാരോടും പറയണ്ട. ഏടാ ഇതിപ്പോ 4 പഠിക്കുമ്പോ. കൊച്ചു കള്ളൻ. വാ ക്യാൻറ്റീനിലേക്ക് പോവാ, ചെലവുണ്ട്. ഇവന് കോളേജിൽ വാച്ച്മാന്റെ പണിയുണ്ടോ? നിങ്ങൾ ഈ മീശം പിരിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഞാൻ അറിഞ്ഞൊന്നും മീശ വിരിച്ചാ ഓ മൂത്രം ഒഴിക്കും. പിന്നെ നിങ്ങൾ മീശ വിരിച്ചില്ലല്ലോ മൂത്രം ഒഴിക്കും.
അല്ല ഓന് പിന്നെ മൂത്രം ഒഴിക്കണ്ടേ? മൂത്രം ഒഴിക്കാനുള്ള റിമോട്ട് കൺട്രോൾ അല്ലേ ഈ ഉണക്കമീശ? സാവിത്രി, എന്റെ മീശയെ കുറ്റം പറയുന്നു. ഞാൻ എന്റെ 18ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ. അയ്യോ മതി, 16,008 തവണ ഞാൻ ഇത് കേട്ടു. പട്ടാളത്തിൽ ചേർന്നപ്പോ വെച്ച മീശ, പട്ടാളത്തിൽ ചേർന്നപ്പോ വെച്ച മീശാന്ന്. അല്ല, ആവശ്യം കഴിഞ്ഞപ്പോ ഇതങ്ങ് പഠിച്ചു കളഞ്ഞൂടേനോ? അല്ല, മാഷിന്റെ പണിക്ക് ചേർന്നപ്പോഴെങ്കിലും കളയാനു. ഇപ്പൊ റിട്ടയറുമായി. വെറുതെ എല്ലാ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പരമേശ്വരൻ മാഷെ പരമീശ്വരൻ മാഷെന്ന് വിളിക്കുന്നത്. ഒരുത്തരും എന്റെ നേരെ നോക്കി വിളിക്കില്ല. എടി, ഇന്ത്യൻ ആർമിയിൽ നിന്ന് കേട്ട ലോകരാഷ്ട്രങ്ങളുടെ മുട്ടുപറയ്ക്കും. ഡൊണാൾഡ് ട്രംപ് ടിവിയിൽ പറയുന്നുണ്ടേനു. അതപ്പോ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10:30. അങ്ങനെയുള്ള ആർമിയിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങളൊന്നും പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല. അത് ഈ മീശയായാലും അച്ചടക്കമായാലും കൃത്യനിഷ്ഠയായാലും. പാക് പട്ടാളം എറിഞ്ഞ ബോംബ് അതിർത്തിയിലെ വേലിപ്പത്തൽ ഊരി ക്രിക്കറ്റ് പന്ത് അടിക്കും പോലെ അടിച്ച അതിർത്തി കടത്തിയ കഥ. കാശ്മീർ ആപ്പിൾ മുറിക്കുന്ന പേനാക്കത്തി കൊണ്ട് ഒറ്റയ്ക്ക് ഹിമക്കരടി നേരിട്ട കഥ. സാവിത്രി, ജീവിതത്തിൽ ഒരു യുദ്ധം കണ്ടിട്ടില്ലാത്ത, യുദ്ധം എന്തെന്നറിയാത്ത മലയാളിക്ക് ഒരു പട്ടാളക്കാരന്റെ സാഹസികത, അഡ്വഞ്ചർ എന്തെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഒരു ഭാര്യയ്ക്ക് മനസ്സിലാകും. അതെ, ഓം വരുമ്പോ നേരവും കാലം ഇല്ലാണ്ട് കൂട്ടുകൂടി നടക്കാണെന്ന് ചോദിക്കണം. ചോദിക്കാം. കോളേജ് വിട്ടിട്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നടാ? സാരേ ജഹാം സേ അച്ഛാ ഹിന്ദു സിതാ ഹമാര ഹമാര സാരേ ജഹാം സേ അച്ഛാ. ദേശഭക്തി ഗാനത്തിന്റെ റിഹേഴ്സലായിരുന്നു അച്ഛാ. അച്ഛാ, ദേശഭക്തിക്ക് കാലവും നേരമില്ല. അതെ. സാവിത്രി, ഇവന് കാപ്പിയും പലഹാരം കൊടുക്കും. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, ചെക്കിംഗ് ചെക്കിംഗ്. ഹലോ ബഷീറേ, ഇതിന്റെ തട്ടുമ്പുറത്ത് പൂട്ടിക്കിടന്ന ആർട്സ് ക്ലബ്ബ് നമുക്ക് അങ്ങോട്ട് പുനർജീവിപ്പിച്ചാലോ? പുനർജീവിപ്പിച്ചിട്ട് എന്നിട്ട് നമുക്ക് നിലാവ് ഒപ്പന ആൻഡ് മാപ്പിളപ്പാട്ട് സംഘം തുടങ്ങാം. അത് കലക്കും. ഏത് ആർട്സ് ക്ലബ്ബ് നന്നാക്കിയിട്ട് നിലാവ് ഒപ്പന ആൻഡ് മാപ്പിളപ്പാട്ട് സംഘം തുടങ്ങണത്. അത് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇതപ്പോ നന്നായത്. നിങ്ങളല്ലേ മൈക്ക് സെറ്റിലൂടെ ഇപ്പൊ അനൗൺസ്മെന്റ് നടത്തിയത്. നീ ഇത് ഓഫാക്കിട്ട് ലക്ഷങ്ങൾ പോലുള്ള സാധനമാണ്. മൂത്തപ്പന്റെ കാലത്തുള്ള കോടിയാണ്. പതുക്കെ വിളിക്ക്. മൂത്തപ്പ ഇങ്ങോട്ട് ബാന്ന് ഈ കാര്യം പറയ്. ദൈവം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു കേട്ടിട്ടുണ്ട്. ബാർബർ രാമൂട്ടിന്റെ രൂപത്തിൽ പ്രതീക്ഷിച്ചില്ല. അയ്യേ, എടോ രാമകുട്ടി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മോ ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങിയ രഹസ്യം മൈക്ക് സെറ്റിലൂടെ ഈ നാട് മുഴുവൻ പാട്ടായാണ്. ഏത് രഹസ്യം? അത് ഈ ഒപ്പനയും മാപ്പിളപ്പാട്ടും തുടങ്ങുമ്പോ ഇക്കിന്റെ മീനെ പാടാൻ വിളിക്കാലോ. ഏത് മീന? ഏ മീന. ഏ മീനെ? ഏ മീന. പറയണമില്ലേ? ആമിന. പടച്ചോനെ, ഈ ആണ് സൗണ്ട് എഞ്ചിനീയർ. പിന്നെ മൈക്ക് സെറ്റ് നമുക്ക് അടിയിൽ നിന്ന് ഫ്രീ ആയിട്ട് എടുക്കാലോ. അത് ഫ്രീ ആയിട്ട് എടുക്കാം. എന്റെ ഉപ്പൊക്കെ വാടക കൊടുത്താൽ മതി. താഴത്തമ്പലത്തിലെ പരമീശ്വരമാസിന്റെ കുട്ടി വന്ന് വിളിച്ചിട്ട് എങ്ങനെ പോവാണ്ടിരിക്കാസനാരെ? നിങ്ങൾ പിന്നെ താഴത്തമ്പലത്തിലെ കുട്ടി ഉമ്മ, ഇങ്ങളിപ്പോ താഴത്തമ്പലത്തിലെ പുറമ്പടിക്കാരിയല്ല. മാസം 3-4 ലക്ഷം റുപ്യ സൗദി നയിച്ചിരുന്ന 3 ആമക്കളുടെ എന്റെ ഉമ്മയാ. ഉപ്പ പാനപ്പുറത്ത് കയറി എന്റെ തായ്മ എന്റെ കുട്ടിമേ വേണമെന്നുണ്ടാ. ഓക്ക് പാട്ട് പാടാൻ പൂതിയായിട്ടല്ലേ? അന്നോട് അഭിപ്രായം ചോദിച്ചാ സുബേദ? ഇല്ല, 4 ഓളുടെ ഉമ്മയല്ലേ ഞാൻ. നമ്മുടെ നാട്ടിൽ നിന്ന് സൂപ്പർ സിംഗറി പാടി ഒരേ ഒരു കുട്ടിയല്ലേ ഓള്. കുറെ കായകലക്കല്ലാണ്ട് എന്ത് ഒലക്കാ ഓക്ക് കിട്ടിയത്? ഓള് നന്നായിട്ട് പാടാഞ്ഞിട്ടല്ല, അതൊക്കെ വേറെ കളിയാന്നല്ലേ താഴത്തെ മഠത്തിലെ പരമേശ്വര മാഷ് പറഞ്ഞു. ഓര് പറഞ്ഞ ഇക്ക് വിശ്വാസ. ആമിനോ, പാട്ട് പാടാൻ പോണ കാര്യത്തില് എന്താ എന്റെ തീരുമാനം? നമ്മുടെ നാട്ടിലൊരു കലാസംഘം ഉണ്ടാവുമ്പോ അതിലെ മെയിൻ പാട്ടുകാരി ഞാൻ തന്നെയാണ്. ഉമ്മുമ്മാന്റെ താഴത്തെ മടത്തിലെ കുട്ടി എന്റെ താഴെയാണ്. പൊടിവാശിയാ? പൊടിവാശി എനിക്ക് ഇത്രയും വർത്തമാനം പറയിപ്പിക്കണായിരുന്നോ?